ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സെമി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു തൈര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ളതാ വഴുതനങ്ങ എവിടെതാ 2 വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസിലുള്ള 2 വഴുതനങ്ങയാണ് എടുത്തത്. അതായി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര കട്ടിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഗരം മസാല കേട്ടോ ഒക്കെ ഞാൻ അരിച്ച സ്പൂണാണ് ഇട്ടത്. ഇതാ നല്ലോണം ഒന്ന് മുളകും ഇതൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. ഇതാ ചട്ടി ഒന്ന് ചൂടായി, ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമുക്കിതാ നമ്മളെടുത്ത് വെച്ചിട്ട് വഴുതനങ്ങ ഇതാ ഓരോന്നായിട്ടിതാ ഈ ചട്ടിയിലോട്ട് നിരത്തി കൊടുക്കട്ടോ. ഇതാ എല്ലാതും ഞാൻ ഈ ചട്ടിയിലോട്ടൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വെന്ത് വരണേ. തിരിച്ചും മറിച്ചും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇതൊന്ന് കരിഞ്ഞ് പോവാതെ നല്ല ഉള്ളൊക്കെ വെന്തൊന്ന് മുരിഞ്ഞ് കിട്ടണേ. അതൊക്കെ നല്ലോണം ഒന്ന് മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അതൊക്കെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് നല്ല ജീരകമാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തേ. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞതാണ്, ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലപ്പൊടികളായിട്ട് ഞാൻ കുറഞ്ഞ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് അതേപോലെ തന്നെ കുറഞ്ഞൊരു മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ തൈര് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുക്കാൻ, അല്ല കട്ട തൈരായിട്ട് എടുക്കണേ. ഇത് തിളക്കണ്ട കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് തന്നെ നമുക്ക് പൊരിച്ച് മാറ്റിയിട്ട് വഴുതനങ്ങ ഇതിലോട്ടിട്ട് കൊടുക്കട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കട്ടെ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വഴുതനങ്ങയൊക്കെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടിപൊളി വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോംബോ ആണ് കേട്ടോ ഇത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്ത റെസിപ്പിയായിട്ട് വരും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.